ഓം നമോ നാരായണായ. നാരായണീയം ദശകം 1 ശ്ലോകം 7. കഷ്ടാദേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവം ആലോചിതം അജിതമയാ നൈവം അധ്യാഭിജാനേ നോ ചേത് ജീവാഃ കഥം വാ മധുരതരം ഇദം ത്വത് വപുശ്ചിത്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേ രമേരൻ. ഹേ അജിതനായ ഭഗവാനെ, അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ജീവികൾക്ക് കഷ്ടതകൾ ഉണ്ടാക്കുന്നതാണെന്നാണ് ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ തോന്നലിന് മാറ്റമുണ്ടായിരിക്കുന്നു. എൻ്റെ ആദ്യ വിചാരം തെറ്റാണെന്ന ധാരണയുണ്ടായിരുന്നു. ജീവികളെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ ചിദ്രസത്താൽ കുളിർത്തതും ഏറെ കമനീയവും മധുരതരവുമായ ഈ കോമള വിഗ്രഹം കണ്ണുകൊണ്ട് കണ്ടും അതിൻ്റെ മധുരിമ ശ്രവിച്ചും പരമാനന്ദ സാഗരത്തിൽ എപ്രകാരമാണ് നീന്തിത്തുടിച്ച് തുള്ളിക്കളിക്കുന്നത്? ശ്ലോകം 8. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈർ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥി പ്രജോയം. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് സദാ അങ്ങയെ നമിക്കുന്ന ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ അഭീഷ്ടങ്ങൾ ദാനം ചെയ്യുന്നു. ഭക്തന് ചിലപ്പോൾ ആവശ്യപ്പെടാതെ തന്നെ അർത്ഥകാമങ്ങൾ കൊടുക്കുന്നു, കൂടാതെ മോക്ഷവും നൽകുന്നു. ഇപ്രകാരം അങ്ങ് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാവുന്നതും നിറയെ ഫലങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കൽപ്പവൃക്ഷമാകുന്നു. അങ്ങ് സർവാഭീഷ്ടദായകനായ ഭക്തപ്രിയനാണ്. എന്നാൽ ക്ഷുദ്രബുദ്ധികളായ മനുഷ്യർ അങ്ങയെ അറിയാൻ ശ്രമിക്കാതെ നന്ദനോദ്യാനത്തിലെ ആ മരത്തെ തേടി പോകുന്നു. കഷ്ടം തന്നെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.